ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിക്ക് ലിസ്റ്റ് അല്ലേ പഠിച്ചത്? എങ്ങനെയാണ് പിക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു? കാസ്കേഡിംഗ് പിക്ക് ലിസ്റ്റ് ആണ് മെയിൻ ടോപ്പിക്. നമ്മുടെ ചൈൽഡും പാരന്റും തമ്മിലുള്ള ബന്ധം, നമ്മുടെ സ്റ്റേറ്റും മദർ അതെ. ടങ്ങും നമ്മളത് ചെയ്തുതരും. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് ഈ ലോഗിൻ പെർമിഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി പഠിച്ചതിന് ശേഷം, പെർമിഷൻ ഓൾറെഡി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നാലും പെർമിഷൻ എന്ന് പറയുന്ന കാറ്റഗറി പഠിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഈ ഫീൽഡുകളിലെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ. അപ്പൊ പെർമിഷൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ ആ ടോപ്പിക്കിന്റെ പേര് തന്നെ റോൾ ബേസ്ഡ് പെർമിഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. RBP. ഈ RBP എന്ന് പറയുന്നത് ഒരു എംപ്ലോയി സെൻട്രൽ, അതായത് സുരാഗ് ഇപ്പൊ പഠിക്കുന്ന ടോപ്പിക്കിന്റെ പേര് എംപ്ലോയി സെൻട്രൽ എന്നാണ്. ഒരു എംപ്ലോയി സെൻട്രൽ കൺസൾട്ടന്റിന് അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു ചെറിയൊരു മോഡ്യൂളാണിത് RBP. ഈ കുഞ്ഞു മോഡ്യൂളേ ഉള്ളൂ, ബീയിങ് എ ഫങ്ഷണൽ കൺസൾട്ടന്റ്. പക്ഷെ നമ്മളിവിടെ രണ്ട് കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഫങ്ഷൻ, അതായത് സർവീസ് ബേസ്ഡ് കമ്പനി, പ്രോഡക്റ്റ് കമ്പനി, നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? സർവീസ് ബേസ്ഡ് കമ്പനി, പ്രോഡക്റ്റ് കമ്പനി. പ്രോഡക്റ്റ് കമ്പനിയിൽ അവരുടെ സിസ്റ്റത്തിൽ ഈ പെർമിഷൻ കൊടുക്കുന്നത് ഈ എൻഡ് യൂസേഴ്സ് പോലുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ കൺസൾട്ടൻസ് ആയിരിക്കും. പക്ഷെ അവർക്കതൊരു മോഡ്യൂൾ തന്നെയാണ്, വൺ ഓഫ് ദ മോഡ്യൂൾ ആണ്. പക്ഷെ അത്രയും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു, ഓഫ് കോഴ്സ് സെൻസിറ്റീവ് ഡാറ്റയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്രയും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വലിയൊരു കാര്യമല്ല. പക്ഷെ പ്രോഡക്റ്റ് കമ്പനിയിൽ അവർക്കത് എന്തോ വലിയൊരു സംഭവമാണ്. അതൊരു RBP കൺസൾട്ടന്റ് എന്ന് പറഞ്ഞൊരു കൺസൾട്ടന്റ് തന്നെ അവിടെ കാണും. പക്ഷെ ശരിക്കും അങ്ങനെ ഒരു കൺസൾട്ടന്റ് ഇല്ല. എംപ്ലോയി സെൻട്രലിന്റെ കൺസൾട്ടന്റിന്റെ കൂടപ്പുറപ്പാണ് RBP. അതായത് നമ്മളെ പോലുള്ള കൺസൾട്ടൻസിനെ അറിയേണ്ട ഒരു വിഷയമാണ് RBP. അല്ലാതെ അതിന് പ്രത്യേക ഒരു കൺസൾട്ടന്റ് ഇല്ല. നമ്മളെ വിളിക്കുന്നതിന്റെ പേരാണ് ഇപ്പം എംപ്ലോയി സെൻട്രൽ കൺസൾട്ടന്റ്, അല്ലെങ്കിൽ എംപ്ലോയി സെൻട്രൽ ഫങ്ഷണൽ കൺസൾട്ടന്റ്. ഞാനിപ്പോ പഠിപ്പിക്കുന്നത് ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്നാണ്. ഓക്കെ. ഈ ഫങ്ഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫങ്ഷണൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ SAPയുടെ രണ്ട് പ്രോഡക്റ്റ് സൈഡിലുള്ള, അതായത് ടെക്നിക്കൽ ആൻഡ് ഫങ്ഷണൽ രണ്ട് ഏരിയാസ് ഉള്ളത്. അപ്പോൾ സക്സസ് ഫാക്ടേഴ്സ് വരുന്നത് ഫങ്ഷണൽ ഏരിയയിലാണ്. അതുകൊണ്ടാണ് ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ കൺസൾട്ടന്റ് ആണ് ടോപ്പ് ലെവൽ വരുന്നത്, ബാക്ക് എൻഡ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. വെറും കൺസൾട്ടന്റ് എന്ന് പറയുമ്പം ബാക്ക് എൻഡ് മാത്രമായിരിക്കില്ല, കുറച്ച് ബാക്ക് എൻഡും ഈ RBP പോലെയുള്ള, അതായത് ഈ പെർമിഷൻ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് ഡാറ്റയും കൂടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ എൻഡ് യൂസേഴ്സിനെയാണ്. ഈ എൻഡ് യൂസേഴ്സിന്റെ ഒരു കാറ്റഗറിയാണത്. എൻഡ് യൂസേഴ്സ് എന്ന് പറയുമ്പം നമ്മളെല്ലാവരും എൻഡ് യൂസേഴ്സാണ്. നമ്മളെല്ലാവരും എൻഡ് യൂസേഴ്സാണ്. ഈ ഒരു കമ്പനിയിലെ എംപ്ലോയിയും ഈ പറയുന്ന CEOയും പ്യൂണും ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻഡ് യൂസേഴ്സാണ്. അതിൽ തന്നെ ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്, എംപ്ലോയി സെൻട്രൽ കൺസൾട്ടന്റ്. ഈ കൺസൾട്ടന്റ് അല്ലെങ്കിൽ എംപ്ലോയി സെൻട്രൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ചില കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയും. എന്റെ ഫസ്റ്റ് ജോബ് അത് തന്നെയായിരുന്നു, ECയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഈ കാറ്റഗറിയിലുള്ളവർ കുറച്ച് ബാക്ക് എൻഡും ഈ പിക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കുന്നതും ഇപ്പൊ പഠിക്കാൻ പോകുന്ന RBPയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുള്ളല്ലാതെ കൂടുതലൊന്നും ചെയ്യുന്നില്ല. ഫങ്ഷൻ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ 25% കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നു. അതായത് ആദ്യത്തെ ഡെമോ സെഷനിൽ ഞാൻ കാണിച്ചതിലേതോ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അത്രയും ഹാർഡ് ലെവൽ ആയിട്ടുള്ള ബാക്ക് എൻഡ് കോൺഫിഗറേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഫങ്ഷണൽ കൺസൾട്ടന്റ്. നമുക്ക് ജോബ് ടൈറ്റിൽ എന്തോ ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിക്കോട്ടെ, കൺസൾട്ടന്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലി അനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു കൈൻഡ് ഓഫ് ആ വർക്ക് ടൈറ്റിൽ എന്തും തരാം. But when you are introducing someone, you said that you need to say that you are a functional consultant. വെറും കൺസൾട്ടന്റ് എന്ന് പറയരുത്. അപ്പൊ ഈ റോൾ ബേസ്ഡ് പെർമിഷൻ, ഈ റോൾ ബേസ്ഡ് പെർമിഷനിൽ രണ്ട് പ്രധാനപ്പെട്ട ടൂളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ടൂളിന്റെ പേര് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ടോപ്പിക്കിലോട്ട് പോകാം. മാനേജ് പെർമിഷൻ ഗ്രൂപ്പ്സ്, പിന്നെ ഉള്ളത് മാനേജ് പെർമിഷൻ റോൾസ്. മാനേജ് പെർമിഷൻ റോൾ ഇപ്പൊ 2-3 പ്രാവശ്യം കണ്ടു കാണും സുരാഗ്, കാരണം നമ്മൾ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പോയി പെർമിഷൻ കൊടുക്കുന്നത്. ഗ്രൂപ്പ് എന്ന് പറയാൻ നമുക്ക് പറയാം. ഇപ്പോ ഇവിടെ ഞാൻ ഒരു കാറ്റഗറി ആൾക്കാർ എഴുതുകയാണ്. ഒന്ന് CEO, ഞാൻ പറഞ്ഞിട്ടുള്ളതായിരിക്കും ഒന്നും കൂടെ. ഇത് ഡയറക്ടർ, ഇത് ബിസിനസ് ഡെവലപ്മെന്റ് ടീം, ഇത് മാനേജേഴ്സ്, ടീം ലീഡ്സ്, HR,
എംപ്ലോയീസ്. പിന്നെ വേണമെങ്കിൽ ഇതിന്റെ ഏറ്റവും മുകളിൽ നമ്മളൊരു കാറ്റഗറി ആയിട്ട് ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്ന് വയ്ക്കാം. ഓക്കെ, ഇതെല്ലാം ഡെസിഗ്നേഷൻസ് ആണ് അല്ലയോ? ഒരു കമ്പനിയിലെ ഓരോ എംപ്ലോയിയുടെയും ഡെസിഗ്നേഷൻസ് ആണ്. പക്ഷെ ടെക്നിക്കലി സ്പീക്കിംഗ് ഇവരെല്ലാം ആ കമ്പനിയിലെ എംപ്ലോയീസ് അല്ലെങ്കിൽ യൂസേഴ്സ് ആണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു കമ്പനിയിൽ നിന്ന് വരുന്നതാണെങ്കിലും താൽക്കാലികമായിട്ട് ഒരു കോൺട്രാക്ട് അനുസരിച്ച് ഇപ്പം ഒരു പ്രോഡക്റ്റ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യല്ലേ. ഇവിടെ ഈ സർവീസ് ബേസ്ഡ് കമ്പനിയിൽ നിന്ന് ഫങ്ഷണൽ കൺസൾട്ടന്റ് സുരാഗ് ഇപ്പുറത്ത് പോയി വർക്ക് ചെയ്യുമ്പം ആ സിസ്റ്റത്തിൽ താൻ ഒരു കൺസൾട്ടന്റ് ആണല്ലോ. ടെമ്പററി എംപ്ലോയി ആണ്. അപ്പൊ ഒരു എംപ്ലോയി തന്നെയാണ്. അപ്പൊ സിസ്റ്റത്തിന് ഇവരെല്ലാവരും എംപ്ലോയി തന്നെയാണ്. പക്ഷേ ഈ ഡെസിഗ്നേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ സുരാഗ് എന്ന് പറയുന്ന കെവിൻ എന്ന് പറയുന്ന 2 HR ഉണ്ട്. HR ആണ്. സുരാഗിന്റെയും കെവിന്റെയും കീഴില് മൊത്തം ഒരു 150 എംപ്ലോയീസ് ഉണ്ട്. ഈ 150 എംപ്ലോയീസിന്റെയും പ്രൊമോഷൻ ആണെങ്കിലും ഇപ്പം കമ്പനി പറയുന്നതനുസരിച്ച് പ്രൊമോഷൻ, ടെർമിനേഷൻ, ഇല്ലെങ്കിൽ അവരുടെ സാലറി ഹൈക്കിന്റെ ഡീറ്റെയിൽസ്, ഇനി അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യവും റെസ്പോൺസിബിലിറ്റി രണ്ടുപേരല്ലേ? സിസ്റ്റത്തിൽ, സക്സസ് ഫാക്ടർ സിസ്റ്റത്തിന്റെ അകത്തുള്ള കാര്യം ഞാൻ പറയാം. സിസ്റ്റത്തിന്റെ അകത്ത് എംപ്ലോയീസിന് എന്തായാലും അവരുടെ സ്വന്തം ഡീറ്റെയിൽസ് മാറ്റാൻ പറ്റില്ല. സ്വന്തമായിട്ട് അവർക്ക് പ്രൊമോട്ട് ചെയ്യാനോ ടെർമിനേറ്റ് ചെയ്യാനോ പറ്റില്ല. സ്വന്തമായിട്ട് സാലറി കൂട്ടാൻ പറ്റില്ല. ഇനി ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടും ഇനി അവർ കൊടുത്തത് തെറ്റിപ്പോയാലും അത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഓപ്ഷൻ നമ്മൾ കൊടുക്കില്ല. അപ്പം ഇവരുടെ പ്രൊഫൈൽസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഈ 150 പേരുടെയും പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നത് ഈ സുരാഗും കെവിൻ എന്ന് പറയുന്ന HR ആയിരിക്കും. അപ്പൊ ഈ സുരാഗും കെവിനും എന്ന് പറയുന്ന 2 പേർക്ക് ഈ എംപ്ലോയീസിന്റെ മേലിൽ ഈ ആക്ഷൻസ് എല്ലാം ചെയ്യാനായിട്ട് അവർക്ക് നമ്മൾ അനുവാദം കൊടുക്കണ്ടേ സിസ്റ്റത്തിൽ? അതിനെയാണ് പെർമിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സുരാഗും കെവിനും ഈ 150 എംപ്ലോയീസും കൂടെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ 152 പേരായി. ഇവരും ഈ 150ഉം ഈ കമ്പനിയിലെ എംപ്ലോയി തന്നെയല്ലേ? പക്ഷെ അതിൽ 2 പേരെ HR ആയിട്ട് മാറ്റി, പിന്നെ 150 എംപ്ലോയേഴ്സ് ആയിട്ട് മാറ്റി. ഈ സുരാഗിനും കെവിനും ഈ 150 പേരുടെ പ്രൊഫൈലിൽ കയറി ഇറങ്ങി എല്ലാ ചേഞ്ചസും ചെയ്യാൻ അവകാശം കൊടുക്കുമ്പോ സ്വന്തം പ്രൊഫൈലിൽ ആ മാറ്റങ്ങൾ വരുത്താൻ സുരാഗിനും കെവിനും നമ്മൾ സമ്മതിക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, പാടില്ല. സുരാഗിനും കെവിനും അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കും ഒരു HR കാണും. HR-നും ഒരു HR ഉണ്ടല്ലോ. ഈ HR എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇപ്പം ഈ 150 എംപ്ലോയീസിന് സുരാഗും കെവിനുമാണ് HR. ഇനി സുരാഗും കെവിനും സ്മിത എന്ന് പറയുന്ന ഒരാളായിരിക്കും HR. സ്മിതയ്ക്ക് പക്ഷേ സുരാഗും കെവിനും HR ആണോ എംപ്ലോയീസ് ആണോ? എംപ്ലോയീസ്. അപ്പൊ ഇവര് ഓട്ടോമാറ്റിക്കലി സ്മിതയ്ക്ക് ഇവര് എംപ്ലോയീസ് ആണ്. ഈ സ്മിതയ്ക്കും എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിക്കും കാണുമല്ലോ ഒരു HR. അതായിരിക്കും HR മാനേജർ. ചിലപ്പോൾ ലാസ്റ്റത്തെ ആള് HR മാനേജർ. അത് വേണമെങ്കിൽ ശില്പ എന്ന് പറയുന്ന ആരെങ്കിലും കൊടുക്കാം. ശില്പയ്ക്ക് സ്മിത എംപ്ലോയി ആണ്. ഇനി ശില്പയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് മുകളിൽ HR ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒരു HR ആയിരിക്കും അവർക്ക് വരുന്നത്. ലുക്ക്, ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഒരാളെ ബാക്കപ്പ് ചെയ്യാൻ വേറൊരാൾ കാണും എന്ന രീതി പോലെ. കമ്പനി എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ HR മാനേജർ എന്തിനു പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷണൽ കൺസൾട്ടൻസ് ആയിരിക്കും. പോരെ, തീർന്നല്ലോ. നമ്മളല്ലേ ടോപ്പ് മോസ്റ്റ്. നമുക്ക് മുകളിൽ ആരും ഇല്ലല്ലോ. ഈ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ പെർമിഷൻസ് ഉള്ളത് നമുക്കാണ്. നമ്മുടെ മുകളിൽ ആരും ഇല്ല. അപ്പോ ഓരോ പ്രാവശ്യവും, അതായത് 150 എംപ്ലോയീസിന് സുരാഗിനും കെവിനും ഈ 150 എംപ്ലോയീസിന്റെ മുകളിൽ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെർമിഷൻ ആ 150 പേർക്കും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സ്വന്തം പ്രൊഫൈൽ ഉപയോഗിക്കാൻ പാടില്ല.
അങ്ങനെ സ്വന്തം പ്രൊഫൈൽ ഉപയോഗിക്കാൻ നമ്മൾ അവകാശം കൊടുക്കണേ പിന്നെ 150 കൊടുക്കണ്ടേ? അതെ അതെ. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന 2 ടെർമിനോളജിയാണ്. ഗ്രാൻഡ് അല്ലെങ്കിൽ അതിന് പറയുന്നത് അക്സസ് പോപ്പുലേഷൻ. ഇവിടെ ടാർഗറ്റ് പോപ്പുലേഷൻ. സോറി, ഞാൻ നോക്കാതെ ടൈപ്പ് ചെയ്ത പോപ്പുലേഷൻ അതേമേ. ഗ്രാൻഡും ടാർഗറ്റും. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ അവർക്ക് ആ കൊടുത്ത കാര്യം, ഇപ്പോൾ പോലീസുകാർക്ക് സർക്കാർ ലാത്തി ചാർജ് ചെയ്യാൻ അവകാശം കൊടുക്കുന്നു. പക്ഷെ സ്വന്തമായിട്ടല്ലല്ലോ ഒരു ലാത്തി ചാർജ് ചെയ്യുന്നത്, സമരക്കാരല്ലേ? ഒരു അതെ. ടാർഗറ്റ് സമരക്കാരല്ലേ? ഇതിലൊന്നും എക്സാമ്പിൾ പറഞ്ഞു തരാൻ പറ്റൂല. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പനി ആക്ഷൻസ് എടുക്കാനായിട്ട് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത് HR ആൾക്കാർക്കാണ്. അവരുടെ ടാർഗറ്റ് ആരാണ്? ഈ 150 എംപ്ലോയീസ്. ഇത് മനസ്സിലായോ? അതെ. സോ ഗ്രാൻഡ് അല്ലെങ്കിൽ ആക്സസ് പോപ്പുലേഷൻ, ടാർഗറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് പോപ്പുലേഷൻ, ഈ 2 ടെർമിനോളജി വെച്ചിട്ടാണ് ഈ RBP മുഴുവൻ സെറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആലോചിക്കുക, ഗ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഈ ഗ്രാൻഡ് എന്ന് പറയുന്ന ആൾക്കാരായിരിക്കാം, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഫങ്ഷണൽ കൺസൾട്ടൻസ്, മാനേജർ, HR. ഈ 3 പേർക്ക് മാത്രമേ മാക്സിമം ഏറ്റവും കൂടുതൽ കൊടുക്കത്തുള്ളൂ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യാനായിട്ട്. മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യാൻ ഈ 3 കാറ്റഗറിക്കും കുറേ പെർമിഷൻസ് കൊടുക്കും. എഡിറ്റ്, ഡിലീറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കൊടുത്തില്ലായിരുന്നു? അതായത് ഓരോ ഫീൽഡിന് എഡിറ്റ്, ഡിലീറ്റ്, കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ്. അത് ഇതിൻ്റെ അകത്ത് കൊടുക്കും. കൊടുത്തതിന് ശേഷം ഗ്രാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊടുത്തതിന് ശേഷം ടാർഗറ്റ് വാല്യൂവിന് അല്ലെങ്കിൽ ടാർഗറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നെഞ്ചത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ മുകളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓപ്ഷനും കൂടെ അവിടെ എനേബിൾ ചെയ്യണം. എക്സ്ക്ലൂഡ് ഗ്രാൻഡ് യൂസേഴ്സ് having the granted permission to themselves. മനസ്സിലായോ? അതായത് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തത് ടാർഗറ്റ് എംപ്ലോയീസിന്റെ പ്രൊഫൈലിൽ കയറിയുള്ള ആക്ഷൻസ് എടുക്കാനാണ്. പക്ഷെ ഈ ഗ്രാൻഡ് ചെയ്ത് കൊടുത്ത ആ പെർമിഷൻ ഈ ഗ്രാൻഡ് യൂസേഴ്സിന് കൊടുക്കാൻ പാടില്ല. എക്സ്ക്ലൂഡ് ഗ്രാൻഡ് യൂസേഴ്സ് ഹാവിംഗ് ദ ഗ്രാൻഡഡ് പെർമിഷൻ ടു ദംസെൽഫ്. സ്വന്തം പ്രൊഫൈലിൽ അത് ചെയ്യാനുള്ള അനുവാദം കൊടുക്കരുത് എന്നൊരു ഓപ്ഷൻ കൂടെ കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ആദ്യം ഒരു പെർമിഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കാം. കാരണം ഈ കെവിനും സുരാഗും കെവിനും എന്ന് പറയുന്ന ഏതെങ്കിലും 2 എംപ്ലോയീസ് നമുക്ക് എടുക്കാം. എടുത്തിട്ട് അവരെ നമുക്ക് HR ആക്കാം. HR ആക്കിയിട്ട് ഈ 150 എംപ്ലോയീസിനെ, 150 എന്നല്ല, ഈ സിസ്റ്റം മുഴുവനുള്ള എംപ്ലോയീസിനെ എങ്ങനെ കൊടുക്കാൻ നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു സൂപ്പർ അഡ്മിൻ എന്നല്ലേ പറയാം. നമ്മൾ ഫങ്ഷണൽ കൺസൾട്ടൻസ് അല്ലേ? ഫങ്ഷണൽ കൺസൾട്ടൻസിനെ സിസ്റ്റത്തിന് വിളിക്കുന്ന ഒരു പേരാണ് സൂപ്പർ അഡ്മിൻ അല്ലെങ്കിൽ സൂപ്പർ യൂസേഴ്സ്, സൂപ്പർ അഡ്മിൻ യൂസേഴ്സ്, സിസ്റ്റം സൂപ്പർ അഡ്മിൻസ്. അങ്ങനെ ഇപ്പൊ ഈ സൂപ്പർ അഡ്മിൻസ്, കാരണം ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അഡ്മിൻസ് ആണ് നമ്മൾ. അതുകൊണ്ട് ഇങ്ങനെ പല പേരുകളിലും കമ്പനി പറയും. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് സൂപ്പർ അഡ്മിൻ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ടെർമിനോളജി. SAPയിൽ തന്നെ പറയുന്ന സ്റ്റാൻഡേർഡ് ടെർമിനോളജി സൂപ്പർ അഡ്മിൻ എന്നാണ്. ബാക്കിയൊക്കെ കമ്പനിക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അവർക്ക് ക്രിയേറ്റ് ചെയ്യാം. യൂറോപ്യൻ യൂണിയനിലും അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എല്ലായിടത്തും സൂപ്പർ അഡ്മിനെ കാണത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ. അത് കമ്പനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അത് അവർക്ക് ഇഷ്ടമുള്ളത് ഇടാം. പക്ഷെ സ്റ്റാൻഡേർഡ് ടെർമിനോളജി അത് ചുമ്മാ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഇപ്പം
അല്ല, ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറയും, ഈ ബിസിനസ് ഡെവലപ്മെന്റ് ടീമിന് രാവിലെ എന്തെങ്കിലും ഐഡിയയും കൊണ്ട് അവർ കമ്പനി ചെന്നിട്ടുണ്ടെങ്കിൽ നീ കമ്പനി വരണ്ടെന്ന് പറഞ്ഞാൽ അവർ പോകും, ജോലി പോകും. അപ്പൊ അവന്മാർ ഇതുപോലെയുള്ള ഓരോ കൊനിഷ്ടം കൊണ്ട് ഓരോ ദിവസം വരും. നമുക്കിത് കേൾക്കുമ്പോൾ ഭ്രാന്ത് വിളിക്കും. അതാണ് മെയിൻ നടക്കുന്ന സംഭവം. അതെ അതെ. ഉം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ. ഇല്ല ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 ടൂൾ ആദ്യം ഫെമിലറൈസ് ചെയ്യാം. മാനേജ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് 2 പ്രൊഫൈല്, ഞാൻ ഒരു കാര്യം ചെയ്യാം. സുരാഗും കേവൽ എന്ന് പറഞ്ഞ് 2 എംപ്ലോയി പ്രൊഫൈൽ ആഡ് ചെയ്യാം പെട്ടെന്ന്. 2 എംപ്ലോയി പ്രൊഫൈൽ പെട്ടെന്ന് ആഡ് ചെയ്യാം. അപ്പോ ഇത് പുതിയ സിസ്റ്റം ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ആദ്യം എംപ്ലോയി എക്സ്പോർട്ട്. പിന്നെ ഈ സിസ്റ്റത്തിൽ ആരെ ആഡ് ചെയ്താലും ബൈ ഡിഫോൾട്ട് ആയിട്ട് എംപ്ലോയി സെൽഫ് സർവീസ് എന്ന് പറയുന്ന ഏതൊരു സാധാരണ എംപ്ലോയിക്കും, ഇപ്പം ഫങ്ഷണൽ കൺസൾട്ടന്റ് ആയിക്കോട്ടെ, സിഇഒ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, ബിസിനസ് ടീം ആയിക്കോട്ടെ, മാനേജർ ആരും ആയിക്കോട്ടെ, ഇവരെല്ലാം എംപ്ലോയീസ് ആയതുകൊണ്ട് ഒരു കോമൺ പെർമിഷൻ എല്ലാവർക്കും കാണുമല്ലോ. അതെ. കോമൺ ആയിട്ട് സിസ്റ്റം ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാവരും കാണും. അതിനെ വിളിക്കുന്ന പേരാണ് എംപ്ലോയി സെൽഫ് സർവീസ്. ബൈ ഡിഫോൾട്ട് ആയിട്ട് അത് രജിസ്റ്റർ ആവും. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് രജിസ്റ്റർ ആവും. ആ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. അതിന് പുറമെ അവരെ നമ്മൾ കാറ്റഗറി ആക്കിയിട്ടാണ് ചെയ്യുന്നത്. കാറ്റഗറി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ മാനേജ് പെർമിഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ കാറ്റഗറി ആക്കാൻ പറ്റുള്ളൂ. ആദ്യം ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് അവർക്ക് പെർമിഷൻ കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നെയാണ്. എക്സ്പോർട്ട് യൂസർ ഫയൽ. പ്രാക്ടീസ് ആണ് കേട്ടോ, സമയം കിട്ടുമ്പോ. സമയം കിട്ടുമ്പോഴല്ല, കണ്ടെടുത്തേ പറ്റുള്ളൂ. സിസ്റ്റം ഞാൻ തരും. ഓക്കെ, മുന്നാഴ്ച 2 ലിങ്കും എക്സ്പയർ ചെയ്യില്ലേ? എക്സ്പയറി അല്ല, അത് അവന്മാര് അപ്ഡേറ്റ് ചെയ്യുമ്പോഴേ അവന്മാര് അത് SAP ചെയ്യണം. ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. കമ്പനി നെയിം അങ്ങനെയൊന്നുമില്ല, അത് SAP തന്നെയാണ്. സക്സസ് ഫാക്ടർ SAP തന്നെയാണ്. അല്ലല്ല, അത് വേണ്ട. അത് ID ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പലതും വെച്ച് കൊടുത്തു നോക്കി, ചെമ്പാട് കൊടുത്തു നോക്കി, നമ്മളെ ടെസ്റ്റ് കൊടുത്തു നോക്കി, അങ്ങനെ കുറച്ചൊക്കെ കൊടുത്തു നോക്കി. കമ്പനിയുടെ വേറെ തന്നെ സംഭവമാണല്ലേ? എല്ലാം വന്നുകൊണ്ടിരിക്കും ഓരോ പ്രാവശ്യം. ഇപ്പൊ കാണിച്ചു തരാം. ആഴ്ച ലിങ്കിൽ ഇതാണ് ഞാൻ ഇന്നലെ അയച്ചെന്ന ലിങ്ക്. അതിൽ കിടക്കുന്ന SFLIP എന്ന് പറഞ്ഞ ഇതാണ് കമ്പനി ID. പുതിയ ലിങ്കിലെ കമ്പനി ID ഇതാണ്. അതാണ് കമ്പനി. അപ്പൊ ഞാനത് അയച്ചു തരുമ്പോഴേക്കും ഞാൻ ഇപ്പൊ ഫോർവേഡ് ചെയ്യും ക്ലാസ്. ഓക്കെ, ഇപ്പൊ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആ ഫയലിൽ നിന്ന് ഞാൻ ഇത് മാത്രം കോപ്പി എടുക്കുന്നു. 190 നമുക്ക് 191 192 കൊടുക്കാം. 191 192 എഡിറ്റബിൾ അല്ലായിരിക്കും. യൂസർ നെയിം തൽക്കാലം സുരാഗ് തന്നെ കൊടുക്കാം. ഇവിടെ യൂസർ നെയിം കെവിൻ. ഫസ്റ്റ് നെയിം അല്ലേ വേണ്ട, SRJ KVN. ഫസ്റ്റ് നെയിം സുരാഗ് കെവിൻ. ലാസ്റ്റ് ഇനിഷ്യൽ എന്തോ? ഇനിഷ്യൽ പറഞ്ഞാൽ മതി. AS ഓ? KS ആണോ AS ആണോ? Yes. No manager, no HR. ജോബ് കോഡ് ഒന്നുമില്ല. കോപ്പി. ഹയർ ഡേറ്റ് 01/01/2026. ഇംഗ്ലീഷ് US.
191, 191, 192, delete, Suraj KS, Kevin S. ഓക്കെ, ഇപ്പോൾ 2 എംപ്ലോയീസിനെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വേണമെങ്കിൽ ജോബ് ടൈറ്റിൽ മാത്രം ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്ന് കൊടുക്കാം. ഫങ്ഷണൽ കൺസൾട്ടന്റ്, എംപ്ലോയർ ID 191, 191, 192. File, save as this PC. നമ്മൾ പറഞ്ഞു CSV ആണ്, CSV UTF-8 ആണ് എപ്പോഴും. Downloads, SK, save. ഞാൻ പുതിയ ഫയലോട്ട് ആക്കിയില്ല, ഇത് മുഴുവനും ഇതായിപ്പോയി. സോ പുതിയ ഫയലോട്ട് എടുക്കാം. Copy and paste, save as this PC, UTF-8, downloads, KS, save, KS. ഇനി import employee data. നമ്മൾ ഈ ബേസിക് ഇമ്പോർട്ട് എല്ലാം ചെയ്യുന്നത് ഇവിടെയാണ്. സെലക്ട് എൻറ്റിറ്റി, ബേസിക് ഇമ്പോർട്ട്, ബ്രൗസ്, KS, UTF-8 ആണ് കാറ്റർ എൻകോഡിംഗ്, ഫയൽ ലോക്കൽ US ഇംഗ്ലീഷ് ആണ്, ഡേറ്റ് ഫോർമാറ്റ് കറക്റ്റ് ആണ്, വാലിഡേറ്റ് ചെയ്യുമ്പോൾ വാലിഡേഷൻ സക്സസ്ഫുൾ. ഇമ്പോർട്ട് ഗ്രീൻ കളർ കാണിച്ചു കഴിഞ്ഞാൽ എറർ വന്നാൽ മാത്രം കാര്യം നോക്കിയാൽ മതി. അപ്പം നമ്മളിതാണ് ചെയ്തു തന്നത്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, കാരണം ആ ടൈം എടുക്കും. ടൈം എടുത്തിട്ട് വരാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കെവിനും സുരാഗ് എന്ന് പറഞ്ഞ ഈ 2 പേരെയും ഞാൻ ഫങ്ഷണൽ കൺസൾട്ടന്റ് ആയിട്ട് കരുതാം, അതായത് അല്ലെങ്കിൽ സൂപ്പർ അഡ്മിൻ ആക്കാൻ പോകണം അവരെ. അവരിപ്പം സിസ്റ്റത്തിൽ ലോഗിൻ ആകുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ കമ്പനിയിലെ സാധാരണ എംപ്ലോയിക്കുള്ള ആ റോള് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. റോള് കിട്ടും, പക്ഷെ അവർക്ക് അഡീഷണൽ റോളാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അഡീഷണൽ റോൾ എന്തായാലും കമ്പനി തന്നെ കൊടുക്കില്ലല്ലോ, കാരണം സിസ്റ്റത്തിന് അറിയില്ലല്ലോ ഇവർക്ക് കൊടുക്കണോ വേണ്ടെന്നുള്ളത്. അവർക്ക് ഇതൊരു യൂസറാണ്, ഈ കമ്പനിയിലെ ഒരു എംപ്ലോയി ആയിട്ട് കയറിയിട്ടുണ്ട്. എന്ത് എംപ്ലോയോ ആയിക്കോട്ടെ, കോൺട്രാക്ട് ആയിക്കോട്ടെ, പെർമനന്റ് ആയിക്കോട്ടെ, സാധാരണ ആക്സസ് ഉള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് അഡീഷണൽ കൊടുക്കാനാണ് പോകുന്നത്. ഒരു ഡൗട്ട് ഉള്ളത്, ഇപ്പോൾ ഇവിടെ നമ്മൾ വാലിഡേറ്റ് കൊടുക്കാതെ ഡയറക്റ്റ് ഇമ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇൻ കേസ് വല്ല എറേഴ്സ് ഉണ്ടെങ്കിൽ എന്താവും? അത് അറിയാൻ പറ്റും, പക്ഷേ മെസ്സേജ് കാണിക്കില്ലേ? കാണിക്കും, ഉറപ്പായിട്ട് കാണിക്കും. അപ്പൊ സെപ്പറേറ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തതിന്റെ കാര്യം എന്താണാവോ? അല്ല, ആദ്യമേ നമ്മളൊരു സാധനം പ്രൊഡക്ഷൻ സിസ്റ്റം, ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അത് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ വാലിഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങനെ അവോയ്ഡ് ചെയ്യാമല്ലോ. അതെ, ബട്ട് അവിടെയാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇമ്പോർട്ട് ഓൾറെഡി അമർത്തുമ്പോൾ എന്തായാലും മെസ്സേജ് ഉണ്ടെങ്കിൽ കാണിക്കുമല്ലോ. സപ്പോസ് ചില സമയത്ത് പ്രശ്നം പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എറർ വന്നാൽ, ഇപ്പൊ ഞാൻ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം ഇത് ഓഡിറ്റ് ലോഗിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ സേവ് ചെയ്യും. ഇനി എറർ അടിച്ചു കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ അത് രജിസ്റ്റർ ആവില്ലേ? ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് എറർ അടിച്ചു കഴിഞ്ഞാൽ അത് ബാക്ക് എൻഡിൽ രജിസ്റ്റർ ആവും. അത് നമുക്ക് ബാഡ് മാർക്കാണ്. അപ്പൊ വാലിഡേറ്റ് ചെയ്യാതെ അപ്പൊ വാലിഡേറ്റ് ചെയ്യുമ്പം ഓഡിറ്റിലോട്ട് കയറത്തില്ല. വാലിഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഇമ്പോർട്ട് ചെയ്യുമ്പം സിസ്റ്റം പുള്ള് ചെയ്യുന്നതുകൊണ്ടല്ലേ എറർ അടിച്ചത്, അത് ഓഡിറ്റിനകത്ത് വരും. അപ്പം ഇന്റേണൽ IT ടീം എങ്ങനെയും ആ ഓഡിറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇതായിട്ട് പ്രോസസ് ഫോളോ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോ ഒന്നും വാലിഡേറ്റ് ചെയ്യാതെ ചെയ്യുമ്പോൾ അതൊരു ഇഷ്യൂ ആവുന്നതാണ്.
വാലിഡേറ്റ് എന്തിനാണ്? എറർ ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാനാണ്. അത് നോക്കാതെ ഡയറക്റ്റ് ഇമ്പോർട്ട് അടിക്കുമ്പോഴേക്കും നമ്മൾ ആ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതിലേ വരുള്ളൂ. ഒരു 10 പ്രാവശ്യം ഇമ്പോർട്ട് ചെയ്യുമ്പോഴേക്കും സക്സസ്ഫുൾ ആയെന്ന് കരുതി 11ാമത്തെ പ്രാവശ്യം ആവണം നിർബന്ധമില്ല. അപ്പം ഈ കഷ്ടകാലത്തിന് 10 പ്രാവശ്യം സുരാഗ് കറക്റ്റ് ഫോളോ പ്രോസസ്സ് ചെയ്തിട്ട് 11ാമത്തെ പ്രാവശ്യം അറിയാണ്ട് ഇമ്പോർട്ട് പ്രസ് ചെയ്ത് പോയി എറർ അടിച്ചു. ആ ആദ്യത്തെ 10 വാലിഡേറ്റും ഓഡിറ്റ് വന്നിട്ടില്ല. അപ്പൊ 11ാമത്തത് എറർ അടിക്കുമ്പോഴേക്കും ആദ്യത്തെ 10 എണ്ണവും താൻ വാലിഡേറ്റ് ചെയ്യാതെ ചെയ്തായിരിക്കും എന്ന് കമ്പനി ക്വസ്റ്റ്യൻ ചെയ്താൽ മറുപടി പറയാൻ പറ്റൂ? ഓഡിറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അവിടെ അതൊരു കൺസേൺ ആണ്. അതാണ് ആ ഒരു ഇത് വരുന്നത്. കാരണം ഇത് നമ്മളൊക്കെ ചെയ്യും. ഒന്നാമത് നമ്മുടെ വേറെ കമ്പനിയിൽ നിന്ന് വരുന്നതാ. അപ്പൊ 100% നമ്മുടെ ഇതെല്ലാം നോക്കും. ഇത് വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. അഥവാ നമുക്ക് എംപ്ലോയീസിനെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും 2 എംപ്ലോയീസിനെ ഞാൻ എടുക്കും. ഓക്കെ. സുരാഗ്, കെവിൻ, വേണ്ട 190 നോട്ടെ, 90 ഉണ്ട്, 191 ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും മിക്കവാറും വരും. അതാണ് ഈ സിസ്റ്റം. കിട്ടിയതല്ലേ ഉള്ളൂ. ഒരു കറക്റ്റ് 11 മണിക്ക് കിട്ടിയതാ. ഓക്കെ, ഫൈൻ. നമുക്ക് ഈ 190, 189 ഒന്ന് എടുക്കാം. എന്നാണ് നമുക്ക് പേര് മാറ്റിയിടാം. 189 വേണ്ട, 190, 188 ഫയൽ നോക്കട്ടെ. ഫയൽ അറിയാൻ പറ്റും. 190 നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതാ ഉള്ളത്? നമുക്ക് ഈ 121ഉം 147 ഇത് രണ്ടും എടുക്കാം. നമുക്കൊന്ന് പേര് മാറ്റിയിടാം. അത്രയല്ലേ ഉള്ളൂ. 121, 147. തൽക്കാലം ഞാൻ പേഴ്സണൽ ഇൻഫോർമേഷനിൽ പോയിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി പോയി എഡിറ്റ് ചെയ്ത് സുരാഗ് KS, മിസ്റ്റർ സുരാഗ് KS. ഓക്കെ, ശരി. 147 സുരാഗ് KS പ്രഷർ ചെയ്താൽ സുരാഗ് KS ആയി. ഓക്കെ. $147 Kevin. ഇതാണ് ദേശീയ ലെഫ്റ്റ് ഹാൻഡ് അല്ല, ഞാൻ ലെഫ്റ്റ് ഹാൻഡിലാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. കെവിൻ, യെസ്, മിസ്റ്റർ. ഓക്കെ, 2 പ്രൊഫൈൽ പേരായിട്ടുണ്ട്. സുരാഗിന് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പഴയ സുരാഗും കെവിൻ എല്ലാം വന്നോളും. ടൈപ്പ് ചെയ്ത് നോക്കാം. വന്നിട്ടില്ലേ ഇവിടെ? അപ്പോ ഇവരെ രണ്ടുപേരെയും നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കാൻ പോകണം. അതിന് മുന്നേ ഞാൻ റോൾസ് കാണിച്ചു തരാം. ആദ്യം ചുമ്മാ മാനേജ് പെർമിഷൻ റോൾസിൽ പോവാം.
ഷോർട്ട് ഫോം വർക്കാണല്ലേ? MINPERROL എന്ന് അടിച്ചാൽ മതി. മാനേജ് പെർമിഷൻ റോൾസ്. ഇതാണ് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന റോൾസുകൾ. അതായത് ഇവിടെ എംപ്ലോയി സെൽഫ് സർവീസ് കണ്ടോ, ഇനി റിക്രൂട്ട് ചെയ്യുന്നവരുടെ കണ്ടോ, കോമ്പൻസേഷന്റെ അഡ്മിൻസ് കണ്ടോ, മാനേജർ കണ്ടോ, സിസ്റ്റം അഡ്മിൻ ആണ് നമ്മൾ, അല്ലെങ്കിൽ സൂപ്പർ അഡ്മിൻ, HR റോള്. ഓരോരുത്തർക്കും ഓരോ റോളാണ്. ഇപ്പൊ എംപ്ലോയി സെൽഫ് സർവീസിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പൊ പെർമിഷൻ മാത്രം കാണിക്കും, അസൈൻമെന്റ് ഇപ്പൊ കാണിക്കുന്നില്ല. ഈ കർസർ തന്നെ കണ്ടോ, ഈ കർസർ ഈ ഇവിടെ റൈറ്റ് സൈഡില് ഇത്രയാവുന്നുണ്ട്. ഇത്രയൊന്നും ആരും കൊടുക്കത്തില്ലെങ്കിലും കുറച്ചുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇവിടെ സിസ്റ്റം അഡ്മിനിൽ പോയി കഴിഞ്ഞാൽ ആ കർസർ ചെറുതായതുണ്ടോ, നിങ്ങൾക്ക് തീരെ ചെറുതായി. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി എന്നുവെച്ചാൽ അത്രയും പെർമിഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ബേസിക് ഓർഗ് എന്ന് പറഞ്ഞുണ്ട്. ബേസിക് ഓർഗിനകത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുണ്ടോ വലുതാണ്, അതായത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഓരോ റോളിനും ഓരോ രീതിയിലാണ് പെർമിഷൻ കൊടുക്കുന്നത്. എന്ത് കാണണം, എന്ത് കാണണ്ട, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, വിസിബിലിറ്റി വേണോ, അത് എഡിറ്റ് ചെയ്യണോ, എല്ലാം ഇതിനകത്ത് തീരുമാനിക്കുന്നത്. ഞാൻ ഇവർക്ക് വേണ്ടി പുതിയ റോൾ ഉണ്ടാക്കാം. അപ്പൊ റോളും ഇതും ഉണ്ടാക്കും, മനസ്സിലാവും. ആദ്യം നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഗ്രൂപ്പ് ഈ എംപ്ലോയി സെൽഫ് സർവീസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് കിട്ടും. മനസ്സിലായോ? ബൈ ഡിഫോൾട്ട് ആയിട്ട് കിട്ടും. മാനേജ് പെർമിഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പോവാം. മാനേജ് പെർമിഷൻ ഗ്രൂപ്പ്. ആദ്യം കെവിനെയും ഈ സുരാഗിനെയും ഒരു ഗ്രൂപ്പിലാക്കണ്ടേ? രണ്ട് ആൾക്കാരല്ലേ? അതെ. ക്രിയേറ്റ് ന്യൂ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ സെലക്ട് ചെയ്തിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് സൂപ്പർ അഡ്മിൻസ് ഇടാൻ പോകുന്നത്. ചിലപ്പോൾ ഒരേ പേരിൽ കാണും. സൂപ്പർ അഡ്മിൻസ് പേരിട്ടു. ഗ്രൂപ്പ് നെയിം. ഇവിടെ യൂസർ ടൈപ്പ് എംപ്ലോയി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ ആരും എംപ്ലോയി അല്ലേ. ഇതിൽ ആരും ആയിക്കോട്ടെ, ഏതൊരു വ്യക്തിയും എംപ്ലോയി ആണ്. ആരാണേലും എംപ്ലോയി ആണ്. പക്ഷെ നമ്മൾ ഈ എംപ്ലോയി എന്ന് പറയുന്ന യൂസർ ടൈപ്പുകളെ ഈ ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി പോവാണ്. പീപ്പിൾ പൂൾ നമുക്ക് എംപ്ലോയി അല്ലാത്ത രണ്ട് മാനേജേഴ്സിനെ ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ? ഇല്ല. അല്ല, മാനേജറും ഈ കമ്പനിയിലെ എംപ്ലോയീസ് അല്ലേ? ഇൻ ദ സെൻസ് അതെ, ആ ഒരു ഇതില് കറക്റ്റാണ്. ഗ്രൂപ്പ് ആക്കുമ്പോ നമ്മള് ഒറ്റ സംഭവം, അതായത് എല്ലാവരും എംപ്ലോയി എന്നുള്ള ഒരു സംഭവത്തിൽ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ? അങ്ങനല്ലേ? അതല്ല, ഇപ്പൊ മാനേജറിന് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഇനി മാനേജറിനും അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാനേജറിന് ക്രിയേറ്റ് ചെയ്യാം. മാനേജറിന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ആ കാറ്റഗറി ഓഫ് ആൾക്കാരെ കൊണ്ടുവരണ്ടേ? ഇപ്പൊ സുരാഗും കെവിനെന്നും പറയുന്നത് ഈ കമ്പനിയിലെ മാനേജർ ആവാനുള്ള ആൾക്കാരാണെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ സാധാരണ എംപ്ലോയി ആണല്ലോ. നമ്മൾ സിസ്റ്റത്തിൽ ഇവര് മാനേജർ ആണെന്ന് പറഞ്ഞാലല്ലേ സിസ്റ്റത്തിന് മനസ്സിലാവുള്ള മാനേജർ ആണെന്നുള്ളത് അല്ലേ? സിസ്റ്റത്തിനകത്ത് അവര് നോർമൽ ഒരു എംപ്ലോയി, ബേസിക് ആയിട്ട് അവരെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആഡ് ചെയ്താലും എങ്ങനെ വന്നാലും അവർക്ക് ഡിഫോൾട്ട് ആയി കിട്ടുന്നത് എംപ്ലോയി സെൽഫ് സർവീസ് ആണ്. ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് അവർ ഏത് ഗ്രൂപ്പിലോട്ട് പോകണമെന്നുള്ളത്. സൂപ്പർ അഡ്മിൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കമ്പനി പറയുന്നുണ്ട്. അതിനുവേണ്ടി 2 പേരെ കമ്പനി ഹയർ ചെയ്തു. അതിൽ ഒരാളാണ് കെവിനും സുരാഗും. പക്ഷെ ഇപ്പോ കെവിനും സുരാഗും സിസ്റ്റത്തിന്റെ കാഴ്ചപ്പാടിൽ വെറും എംപ്ലോയീസ് ആണ്. മനസ്സിലായോ? ഇനി പിക്ക് എ കാറ്റഗറി. ഈ കാറ്റഗറി പിക്ക് ചെയ്യുമ്പോഴേക്കും കെവിനും സുരാഗിന്റെയും കേസിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ കാറ്റഗറിയുടെ രീതികൾ മനസ്സിലാക്കി തരാം. നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാറ്റഗറി ഉണ്ട്. സിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇന്ന സിറ്റിയിലുള്ള ആൾക്കാർ. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ജെൻഡർ എടുക്കുകയാണ്. ജെൻഡർ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ ഫീമെയിൽ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഫീമെയിൽ എൻ്റർ കൊടുക്കുക. ഫീമെയിൽ വന്നു, സെലക്ട് ചെയ്തു, ഡൺ. ഇപ്പൊ ഞാൻ ഒരു പീപ്പിൾ പൂളാണ്, കുറെ പൂൾ ഓഫ് പീപ്പിളെ ആഡ് ചെയ്യാനാണ് നോക്കുന്നത്. ജെൻഡർ ആണ് ഫീമെയിൽ എന്ന് കൊടുത്തത്. ഇനി മുകളിൽ അപ്ഡേറ്റ് കണ്ടോ? ഈ അപ്ഡേറ്റ് സെലക്ട് ചെയ്യുമ്പം ഇപ്പൊ എന്താ എന്റെ അർത്ഥം? 157 പേര് ഈ കമ്പനിയിൽ ഫീമെയിൽ ജെൻഡറുള്ള ആൾക്കാരുണ്ട് അല്ലേ? അതെ, ഉണ്ട്. ഇനി അതേ സമയത്ത് ഞാൻ ഫീമെയിൽ മാറ്റിയിട്ട് ഈ ഫീമെയിലിനെ അവിടെ സെലക്ട് ചെയ്തിട്ട് ഫീമെയിൽ ഡിലീറ്റ് ചെയ്തിട്ട് മെയിൽ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മെയിൽ, ഡൺ.
അപ്ഡേറ്റ് 273 മെയിലുണ്ട്. ഇപ്പം ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പെർമിഷൻ ആണെങ്കിൽ അങ്ങനെ, ഇപ്പൊ പെണ്ണുങ്ങൾക്ക് മെറ്റേണിറ്റി ലീവിന് വേണ്ടി മാത്രമുള്ള അത് മാത്രം കണ്ടാൽ മതി എന്നെങ്കിൽ അങ്ങനെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തുകൂടെ? കാറ്റഗറി ആൾക്കാരെ ഗ്രൂപ്പ് ആക്കിക്കൂടെ? തീർച്ചയായിട്ടും. ഇപ്പം ഇന്ന തിരുവനന്തപുരം സിറ്റിയിൽ മാത്രമുള്ളവരാണെങ്കിൽ അഡ്രസ്സ് വെച്ച് കണ്ടുപിടിച്ചൂടെ ഇന്ന സിറ്റി ആണെന്നുള്ളത്? അപ്പം അതുപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഏത് ഇന്ന ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നത്, ഇന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ, ഒരേ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ചിലപ്പോൾ പഴയ ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. അങ്ങനെ ഇനി മാരീഡ് ആയിട്ടുള്ളവർ നോക്കും, മാരീഡ് സെലക്ട് ചെയ്തിട്ട് മാരീഡ് നമ്പർ എന്താണ് കൊടുത്തിരിക്കുന്നത്? സിംഗിൾ അടിച്ചു നോക്കാം. കോഡായിരിക്കും കൊടുത്തിരിക്കുന്നത്. മാരീഡ് വേണ്ട. ഹയർ ഡേറ്റ് ഇന്ന ഡേറ്റിൽ ജോയിൻ ചെയ്തിരുന്ന് പറയാനേ. ജനുവരി 1, 2026 ജോയിൻ ചെയ്ത് എത്ര പേരുണ്ട്? അപ്ഡേറ്റ് 2 പേര്. ഈ 2 പേര് ആരെന്നറിയാമോ? നമ്മൾ 2 പേര്. ഇപ്പൊ വന്നാണ് മിക്കാറും. റിഫ്രഷ് ആയിട്ടെ, ഒന്നെങ്കിൽ വലിയ ഉപകാരം. സുരാഗ് വന്നോ? SRJ ഫങ്ഷണൽ കൺസൾട്ടന്റ്. നമ്മള് ഫങ്ഷണൽ കൺസൾട്ടന്റ് SRJ എന്നൊക്കെ കൊടുത്തത്. ഇനി ഫങ്ഷണൽ കൺസൾട്ടന്റ്. ഇനി കെവിൻ, ഇത്രയും നേരം വരണ്ടായിരുന്നു. KVN വന്നോ? ഞാൻ പറഞ്ഞില്ലേ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത സാധനം വരും. ശരിക്കുള്ള സിസ്റ്റത്തിൽ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ കെവിനും സുരാഗും വന്നില്ലേ? അപ്പം ഈ 2 പേര് ഇനി ചെയ്താൽ പോരെ ഹയർ ഡേറ്റില്. ഇനി ഈ ഹയർ ഡേറ്റ് വേറെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത പക്ഷം ഡിപ്പാർട്ട്മെന്റ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് കാണുമായിരിക്കും. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, കാരണം ഇപ്പൊ കിട്ടിയ സിസ്റ്റമാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് അറിയത്തില്ല. കൺട്രി എടുത്തിട്ട് ഞാൻ USA എന്നടിച്ചു. USA ഡൺ. ഈ കമ്പനിയിൽ ഇന്ന കൺട്രിയിൽ നിന്ന് എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് നോക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 0 ആൾക്കാരാ. USA കൺട്രി എന്ന് വരുന്ന ആരും ഇല്ലെന്നാ പറയുന്നത്. കാരണം കൺട്രി എന്ന് പറയുന്ന ഫീൽഡ് ഫില്ല് ചെയ്ത് കാണത്തില്ല. ആ ഫീൽഡ് കൺട്രി എന്ന് ഫില്ല് ചെയ്ത് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും കാണാത്തത്. ഇനി സ്റ്റേറ്റ് വേണ്ട, ജോബ് കോഡും ഇതൊന്നും നമുക്കിപ്പം ഈ കിട്ടിയ ഇതിനകത്ത് അറിയത്തില്ല എങ്ങനെയാന്നുള്ളത്. ഓക്കെ, നമുക്കിപ്പോ യൂസേഴ്സിനെ അല്ലേ വേണ്ടത്? കെവിനെയും സുരാഗിനെയും യൂസർ നെയിം വെച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. യൂസർ നെയിം വെച്ച് എടുക്കുകയാണെങ്കിൽ സുരാജിന് ഞാൻ കൊടുത്ത യൂസർ നെയിം SRJ എന്ന കണ്ടോ. ഇനി കെവിന് കൊടുത്തത് KVN എന്ന്. രണ്ടുപേരും വന്നോ? അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എത്ര പേരുണ്ട്? 2 പേര്. ഇനി യൂസർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ പേര് സെർച്ച് ചെയ്താൽ മതി, സുരാഗ്. ഏത് സുരാഗ് എന്ന് കണ്ടുപിടിക്കാൻ പാടായി, 2 സുരാഗുകളായിട്ടുണ്ടല്ലോ ഇല്ലേ? 2 സുരാഗുള്ളതുകൊണ്ട് ഏതെങ്കിലും കണ്ടുപിടിക്കാൻ പാടാണ്. അതുകൊണ്ട് നമുക്ക് യൂസർ മുന്നേ ക്രിയേറ്റ് ചെയ്ത് ഒരെണ്ണം പേര് മാറ്റി. പക്ഷെ അതിൽ ഏതെന്ന് കാണാൻ പറ്റില്ലല്ലോ, ഒരേ പേരിൽ 2 പേര് കാണില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇപ്രാവശ്യം നമുക്ക് യൂസർ നെയിം എടുക്കാം, SRJ KVN. ഡൺ. അപ്ഡേറ്റ്. 2 പേരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഞാനിവിടെ ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്ത് ഫീമെയിൽ സെലക്ട് ചെയ്തില്ലേ? ഫീമെയിൽ എത്ര ഫീമെയിൽസ് ഉണ്ടെന്നുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ കമ്പനി പറയാണ് ഈ 157 ഫീമെയിൽസ് ഉണ്ട്, ഇതിൽ 2 പേർക്ക് ഇതിൽ ആഡ് ചെയ്യണ്ട എന്ന് അവർ പറയാണ്. അപ്പൊ സുരാഗിന് ഇപ്പൊ ഫീമെയിൽ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇനി 155 പേരാണെങ്കിൽ 1, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആഡ് ചെയ്യുന്നത് നടക്കുന്ന പരിപാടിയാണോ? മാനുവലി ചെയ്യാൻ പോയാൽ നേരത്തെ ഞാൻ ഇപ്പൊ കെവിനും സുരാഗിനെ എടുത്തതുപോലെ 155 വരെ മാനുവലി പേര് വെച്ച് സെർച്ച് ചെയ്യാവുന്നല്ലേ? പക്ഷെ 155 വരെ നടക്കുന്ന പരിപാടിയാണോ? പോസിബിൾ അല്ല. അപ്പോഴാണ് ഇവിടെ എക്സ്ക്ലൂഡ് പീപ്പിൾ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോ പേര് മാത്രം, എനിക്ക് ആ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട 2 പേരുടെ പേര് ആഡ് ചെയ്താൽ പോരെ? യൂസർ എന്ന് കൊടുത്തിട്ട് ഒരാളുടെ പേര് ഇർവി എന്ന് കൊടുക്കുന്നു.
ഐർബി ഉണ്ട്. ആഡ് അനദർ, ഒരാളുടെ പേര് കാർല എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന ആൾക്കാര് ഈ 2 പേര് പെണ്ണാണെങ്കിൽ മാത്രമേ ഈ ഫീമെയിൽ കാറ്റഗറി എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൽ ആണെങ്കിൽ പറ്റൂ? ഇല്ലല്ലോ, കാരണം ഇവിടെ ഫീമെയിൽ അല്ലേ സെലക്ട് ചെയ്യുന്നത്. ഇനി ഡൺ കൊടുക്കുക. ഈ 2 പേരുണ്ട്. ഇനി അപ്ഡേറ്റ് ചെയ്ത് നോക്കിയേ. അപ്പൊ ഫീമെയിൽ കാറ്റഗറി മുഴുവനുമായിട്ടും വേണ്ടി നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നെങ്കിലും അതിൽ നിന്ന് 2 പേരെ മാറ്റിക്കഴിഞ്ഞാൽ ഇനി 155 പേർക്ക് ഈ ഗ്രൂപ്പ് വർക്ക് ആവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എക്സ്ക്ലൂഡ് ആണ്. ഈ ഏത് പീപ്പിൾ പ്രൊഫൈലും ചൂസ് ചെയ്യുന്നു, ഈ പീപ്പിൾ പ്രൊഫൈലിൽ നിന്ന് ഈ 2 പേരെ എക്സ്ക്ലൂഡ് ചെയ്യാം. എക്സ്ക്ലൂഡ് റൂൾ നമ്മൾ കൊടുത്തല്ലോ ഓൾറെഡി. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പ്രൊഫൈല് കാണിക്കുള്ളൂ അല്ലെ? ഇനി ഈ 2 പേർക്ക് ഈ ഗ്രൂപ്പായിട്ടൊരു ബന്ധമില്ല. ഈ ഫീമെയിൽ എന്നുള്ള കാറ്റഗറിയിൽ ഈ 2 പേർക്ക് ബന്ധമില്ല എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രൂപ്പിന് അവര് ഫീമെയിൽ തന്നെയാണ് സിസ്റ്റത്തിൽ. നമ്മൾ ഇവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കില്ലേ, ഗ്രൂപ്പ് ചെയ്യല്ലേ. നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ആൾക്ക് ഗ്രൂപ്പ് ചെയ്യും. ഇപ്പം സുരാഗ് ഞാനും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു, നമ്മൾ HR ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ സുരാഗ് വന്നിട്ട് ഫിനാൻസ് HR-ഉം ഞാൻ വന്നിട്ട് വേറൊരു ടീം കംപ്ലൈൻസ് HR-ഉം ആണ്. നമ്മൾ HR തന്നെയാണ്, കാറ്റഗറി HR ആണ്. പക്ഷെ ഗ്രൂപ്പ് ചെയ്യുമ്പോഴേക്കും എനിക്ക് സുരാഗിനോട് വരാൻ പറ്റില്ലല്ലോ, സുരാഗിന് എന്നോട് വരാനും പറ്റില്ല. രണ്ട് ഡിപ്പാർട്ട്മെന്റാ. അതുപോലെ ഇത്രയും ഫീമെയിൽസിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ഈ 2 പേരെ എടുത്ത് കളയുമ്പോൾ ബാക്കി 150 ഉള്ളൂ. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇനി അപ്ഡേറ്റ് ചെയ്താൽ ആ 2 പേര് വീണ്ടും തിരിച്ചു വന്നു. എക്സ്ക്ലൂഡിൽ ഇല്ല, അവര് ഇപ്പൊ ഇതിൽ മാത്രമേ ഉള്ളൂ. നമുക്കിനി യൂസർ നെയിം കൊടുത്ത് SRJ ഡൺ, ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാനുണ്ട്, KPN ഡൺ. അപ്ഡേറ്റ് കൊടുക്കണം എപ്പോഴും, അപ്ഡേറ്റ് ഡൺ. സൂപ്പർ അഡ്മിൻസ് ആയില്ലേ? ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇനി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ റോൾ ഉണ്ടാക്കണം. അടുത്താണ് റോൾസ്, മാനേജ് പെർമിഷൻ റോൾസ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി സിസ്റ്റം അഡ്മിന് റോൾ ഉണ്ട്. വേണമെങ്കിൽ ക്രിയേറ്റ് ഇവിടെ കൊടുത്ത് റോൾ ഉണ്ടാക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. ഇത് റോളാണ്, ക്രിയേറ്റ് റോൾ. ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് സൂപ്പർ അഡ്മിൻസ്, സൂപ്പർ അഡ്മിൻ. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ എന്താ വെച്ചാൽ എഴുതാം, കമ്പനി പറയുകയാണെങ്കിൽ. യൂസർ ടൈപ്പ് അതും എംപ്ലോയി അല്ലേ ഉള്ളൂ, ആരാണെങ്കിലും ഈ കമ്പനിയിൽ എംപ്ലോയി അല്ലേ. ഈ RBP ഉള്ളി എന്ന് പറയുന്നത് പണ്ട് ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് റോൾ ബേസ്ഡ് പെർമിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണെന്നും ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ റോൾ ബേസ്ഡ് പെർമിഷൻ മാത്രമല്ല എന്നുള്ളതാണ് വരുന്നത്. പക്ഷെ അതിന്റെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അങ്ങനെ ഒരു കാറ്റഗറി ഇത് അല്ലെങ്കിലും ഇത് RBPക്ക് വേണ്ടിയുള്ളതല്ലേ, അല്ലെങ്കിലും ഇത് RBPക്ക് ഉള്ള. അപ്പം ഇത് അവസാനം SAP എടുത്ത് കളഞ്ഞു, കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇപ്പോഴും ഇത് കാണും, പക്ഷെ ആരും യൂസ് ചെയ്യാറില്ല. ഇത് എവിടെയെങ്കിലും ചെക്ക് ബോക്സ് എന്ന് കണ്ടാലോ ഇനി അൺചെക്ക് കണ്ടാലോ വർക്കിംഗ് അല്ല, വർക്കിംഗ് അല്ല. പണ്ട് ജസ്റ്റ് ഇത് അവർ മാറ്റാൻ സമയമെടുക്കും. ഇത് പലരും ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, പലരും ചെക്ക് ഇൻ ചെയ്തിട്ടില്ലായിരിക്കാം. അപ്പോൾ ഒരു ഡെഡ് ലൈൻ കൊടുക്കും, അതനുസരിച്ച് അവർ മാറ്റിക്കോളും. ഇപ്പൊ ഇതിനുള്ള യൂസ് ഒന്നും ഇല്ല. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയാണ് പെർമിഷൻ ആഡ് ചെയ്യുന്നത്. പെർമിഷൻ ആഡ് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്ന പെർമിഷൻ എന്ന് പറയുന്നത് ഈ 2 കാറ്റഗറി ഉള്ളത്. ഒന്ന് യൂസറിന്, സാധാരണ ഉള്ള യൂസറിന്റെ പെർമിഷനും, ഇത് അഡ്മിനിസ്ട്രേറ്റർ പെർമിഷനുമാണ്. നമുക്ക് എല്ലാം വേണമല്ലോ. സൂപ്പർ അഡ്മിൻ ആകുമ്പോഴേക്കും ഇതിനകത്ത് എല്ലാം സെലക്ടോട് കൊടുക്കണം, എല്ലാം കൊടുക്കണം. നമുക്ക് 100% വിസിബിലിറ്റിയാണ് നമുക്ക്. സാധാരണ ഒരു എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയിക്ക് അഡ്മിൻ ആവശ്യമുണ്ടോ? ഈ കാണുന്ന കാറ്റഗറി ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇതിന്റെ അകത്ത് നമ്മൾ മറ്റേ പേഴ്സണൽ ഇൻഫോർമേഷൻ അയാളുടെ സ്വന്തം പ്രൊഫൈൽ എന്തൊക്കെ കാണണം, അയാളുടെ ഹോം അഡ്രസ് എന്ത് കാണണം, ജോബ് ഇൻഫോർമേഷൻ എന്ത് കാണണം, കോമ്പൻസേഷൻ അയാളുടെ സാലറി കാണണോ വേണ്ടയോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ അങ്ങനെ പെർമിഷൻ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പം സിസ്റ്റം അഡ്മിൻ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക.
ഇതാണ് നമ്മൾ കൊടുത്ത പെർമിഷൻ. അതായത് സൂപ്പർ അഡ്മിന് വേണ്ടി കെവിനും സുരാഗിനും വേണ്ടി കൊടുത്ത പെർമിഷൻസ് ആണ് ഈ കാണുന്നതെല്ലാം. എഡിറ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, കാലിബ്രേഷൻ എന്തൊക്കെ സെലക്ട് ചെയ്തു, ഗോളിൽ എന്തൊക്കെ സെലക്ട് ചെയ്തു, പെർഫോമൻസ്, ഈ പറഞ്ഞ ആഡ് പെർമിഷൻസ് എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ സെറ്റ് നമുക്ക് അവര് കമ്പനി പ്രൊവൈഡ് ചെയ്യില്ലേ? ചെയ്യും. പിന്നെ ജസ്റ്റ് ഫിൽ ചെയ്താൽ മതി. ജസ്റ്റ് ഫിൽ ചെയ്താൽ മതി. അത് ഞാൻ ചോദിക്കാൻ കാരണം നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണോ അല്ലെങ്കിൽ കമ്പനി ഇല്ല നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ വേറൊരു കമ്പനി അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാലോ. നമ്മൾ അതനുസരിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഫിൽ ഔട്ട് ചെയ്ത് പെർമിഷൻസ് കൊടുത്ത് വിട്ടാൽ മതി. ഓക്കെ, അതേ ഉള്ളൂ. ഇനി ഈ പെർമിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ ഈ തരുന്ന ആൾക്കാർക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ വേണ്ടേ? അത് അവര് ഇത് SAP അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണോ? അറിഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, അറിഞ്ഞിട്ടുള്ള സൈഡിൽ കാണും. റാൻഡം ആൾക്കാർ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അവർക്ക്. ഇതാണ് എന്റെ ഉദ്ദേശം. പറഞ്ഞു കൊടുക്കും. അപ്പോ ആ പെർമിഷന്റെ സൈഡിൽ നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ വേണോ? ഒരു ഐഡിയ വേണോ? ലൈക്ക് അവര് ഈ ഒരു പെർമിഷൻ അതിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയണം, ഞാൻ പറയേണ്ടി വരും അല്ലെങ്കിൽ ആ പെർമിഷൻ അവിടെ കൊടുത്തത് അത് ഇങ്ങനെയായിരിക്കും റിഫ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് അവിടെ വേണ്ടായിരുന്നില്ല, വേണം, അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കൊടുക്കേണ്ട ആവശ്യം വരും ഇല്ല അല്ലേ? അത് ചില കേസുകളിൽ നമുക്കിപ്പം എംപ്ലോയിക്ക് പെർമിഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്തായാലും എംപ്ലോയിക്ക് എഡിറ്റും ഡിലീറ്റും കൊടുക്കില്ല. ഇത് നോക്കും, സൂപ്പർ അഡ്മിൻ നോക്കിയോ, ഓരോന്നിനും കണ്ടോ എഡിറ്റ്, ഇൻസെർട്ട്, കറക്റ്റ്, ഡിലീറ്റ് എല്ലാം കൊടുക്കും. ഇതേ സമയത്ത് ആ എംപ്ലോയി സെൽഫ് സർവീസ് ഇല്ലേ, എംപ്ലോയി സെൽഫ് സർവീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റും ഇൻസേർട്ടേ ഉള്ളൂ. എഡിറ്റ്, ഇൻസേർട്ട്, കറക്ഷനോ ഡിലീറ്റോ എല്ലാം ഉണ്ടോ? ചിലതിൽ അതുപോലും ഇല്ല. കണ്ടോ? ഇല്ല. എഡിറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുക. എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ഓർ ഇൻസേർട്ട് എന്നാണ്. അതായത് നമ്മളൊരു റെക്കോർഡ് കൊടുക്കുക, ഒരു ആൻസർ കൊടുക്കുകയോ ചെയ്യുന്നത്, ഡാറ്റ കൊടുക്കുകയോ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എഡിറ്റ് ആണ്. എഡിറ്റ് ആണ്. കറക്ഷൻ എന്ന് പറയുമ്പോഴാണ് അതായത് എഡിറ്റ് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇതൊക്കെ വ്യൂ എഡിറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് നോർമൽ എംപ്ലോയി സെൽഫ് സർവീസ്. പക്ഷെ ഒരു സൂപ്പർ അഡ്മിന്റെ കേസിൽ വരുമ്പോഴേക്കും എഡിറ്റും കറക്റ്റ് ഡിലീറ്റും ഉണ്ട്. ഒരു HR-ന്റെ കേസിൽ വരുമ്പോഴും അതെ, HR-ന്റെ കേസിൽ വരുമ്പോഴും എല്ലാത്തിലും കറക്ഷൻ ഡിലീറ്റ് ഉണ്ട്. കണ്ടോ, ചിലതിൽ കറക്ഷൻ ഡിലീറ്റ് ഇല്ല, ചിലതിലുണ്ട്. കാരണം HR എംപ്ലോയീസിന്റെ റെക്കോർഡ് കറക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാ. പക്ഷെ ചിലതിലില്ല. ആവശ്യമാണ്. അതെ. ഇനി മാനേജ് പെർമിഷൻ റോൾസിൽ പോയിട്ട് ഈ സിസ്റ്റം അഡ്മിൻ്റെ അകത്ത് പോയി അസൈൻമെന്റ് എന്ന ഏരിയ കണ്ടോ? അസൈൻമെന്റ് ഇവിടെ കണ്ടോ? ആക്സസ് പോപ്പുലേഷൻ, ടാർഗറ്റ് പോപ്പുലേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പെർമിഷൻ ആർക്ക് ഗ്രാൻഡ് ചെയ്യുന്നു, ടാർഗറ്റ് ആരുടെ മേലിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ പക്ഷെ നോക്കിയേ, എവരിവൺ നടക്കുന്നത്, എവരിവൺ, ഓൾ എംപ്ലോയി. എല്ലാ എംപ്ലോയീസിനും നമ്മൾ സൂപ്പർ അഡ്മിൻ ആക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ഈ സിസ്റ്റം പഠിക്കാനുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാ. ശരിക്കും ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ സൂപ്പർ അഡ്മിൻ എന്നും ഇവിടെ ഓൾ എംപ്ലോയീസ് എന്നും കൊടുത്താലല്ലേ എല്ലാവരുടെയും പ്രൊഫൈലും കയറാൻ പറ്റുള്ളൂ, അല്ലേ? ഞാൻ തൽക്കാലം ഇവിടെ ആഡ് റോൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞ് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി. ആഡ് റോൾ അസൈൻമെന്റ്, ഒരു നെയിം കൊടുക്കുന്നു. നെയിം ഇത് അസൈൻമെന്റിന്റെ ആണ്, റോളിന്റെ അകത്തുള്ള അസൈൻമെന്റ് ആണ്. സൂപ്പർ അഡ്മിൻ എന്ന് പറഞ്ഞ് കൊടുത്തു. വീണ്ടും ടാർഗറ്റ് പോപ്പുലേഷൻ യൂസർ ടൈപ്പ്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എംപ്ലോയീസ് തന്നെയല്ലേ, നമ്മളും എംപ്ലോയീസ് ആണ്, ടാർഗറ്റ് ചെയ്യുന്നത് എംപ്ലോയീസ് തന്നെയാണ്. ഇനി എനേബിൾ എഫക്റ്റീവ് ഡ്യൂറേഷൻ. ഇപ്പൊ കമ്പനി പറയാണ് ഈ കെവിനും സുരാഗെന്നും പറയുന്ന ആൾക്കാർ 1 വർഷത്തേക്ക് ഈ കമ്പനിയിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവര് ജോയിൻ ചെയ്ത ദിവസം മുതൽ ജോയിൻ ചെയ്ത സമയം മുതൽ ഡിസംബർ 31 വരെ മതി എന്ന് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് അന്നത്തോടെ തീരും. ഓട്ടോമാറ്റിക്കലി ഇത് ഇനാക്റ്റീവ് ആയിക്കോളും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാൻഡ് ആക്സസ് ടു. ഇപ്പം എംപ്ലോയി ഓൾ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിനും സൂപ്പർ അഡ്മിൻ ആക്സസ് ഉണ്ടെന്നാ. പക്ഷേ ഇവിടെ കെവിനും സുരാഗെന്നും പറഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ അവരെ ഗ്രൂപ്പ് ചെയ്തിട്ടില്ലേ സൂപ്പർ അഡ്മിൻസ് എന്ന്. അങ്ങനെ ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യാന്നല്ലേ? പക്ഷെ ഗ്രൂപ്പ് ചെയ്താലും
സ്റ്റിൽ അവർ ആര് തന്നെയാണ് ഈ കമ്പനിയിലെ എംപ്ലോയീസ്. അപ്പം എംപ്ലോയി എന്നുള്ള കാറ്റഗറി ഇതൊന്നും സെലക്ട് ചെയ്യരുത്. എംപ്ലോയി എന്നുള്ള കാറ്റഗറി തന്നെ നിലനിർത്തിക്കൊണ്ട് ഫ്രം ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഇനി സെലക്ട് ഗ്രൂപ്പ്സ് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ സൂപ്പർ അഡ്മിൻസ് എന്ന്? സൂപ്പർ അഡ്മിൻസ് നമ്മൾ അവിടെ ഉണ്ടാക്കി ഗ്രൂപ്പ് ഇവിടെ വന്നില്ലേ? മനസ്സിലായി. സെലക്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ മെയിൻലി ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയത്. നമുക്ക് അങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ കെവിൻ ഇത് എടുക്കാൻ പറ്റില്ല ഇവിടെ. ഇൻഡിവിജ്വലി സെലക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മനസ്സിലായി. അപ്പൊ ഗ്രാൻഡ് നമ്മൾ ഈ ഗ്രൂപ്പിന് കൊടുത്തു. ഇപ്പം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ കാറ്റഗറി എവ്രി വൺ എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിലെ എല്ലാ എംപ്ലോയീസും ഇല്ല. ഇനി അതിൽ കുറച്ച് കാറ്റഗറി ആൾക്കാരാണെങ്കിൽ ഫിൽറ്റേർഡ് ബൈ സെലക്ട് ചെയ്തിട്ട് അവിടെയും നമുക്ക് പെർമിഷൻ കൊടുക്കാം. എന്തായാലും ഈ എംപ്ലോയീസിനെയും നമ്മൾ ഒരു ഗ്രൂപ്പാക്കി മാറ്റി കാണുമല്ലോ, നോക്കിക്കോ. സെലക്ട് ഗ്രൂപ്പ്സ് കണ്ടോ? എക്സിക്യൂട്ടീവ്സ്, പ്ലാനേഴ്സ്, റിക്രൂട്ടേഴ്സ്, റെഗുലർ എംപ്ലോയീസ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇങ്ങനെ HR ഗ്രൂപ്പ്. ഇപ്പൊ നമുക്ക് HR ഗ്രൂപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ HR ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ HR ഗ്രൂപ്പിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുള്ളൂ, വേറെ ഒരു എംപ്ലോയീസിനെ കാണാൻ പറ്റില്ല. ഈ ഗ്രൂപ്പിന്റെ അകത്തുള്ള ആൾക്കാരുടെ നെഞ്ചത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ, വേറെ ആരെടുത്ത് പോകാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ ഇപ്പം? ഞാൻ തൽക്കാലം ഗ്രൂപ്പ് മാറ്റുന്നു, പെർമിഷൻ മാറ്റുന്നു, എവരി വൺ കൊടുക്കുന്നു. ഇവിടെ കണ്ടോ, എക്സ്ക്ലൂഡ് ഗ്രാൻഡ് യൂസേഴ്സ് ഹാവിംഗ് ദ സെയിം ആക്സസ് ടു ദംസെൽഫ്. അതായത് ഞാനിത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സുരാഗിനും ഈ സിസ്റ്റത്തിലെ എല്ലാ എംപ്ലോയീസിന്റെ പ്രൊഫൈലിൽ കയറി എന്തും ചെയ്യാം, സ്വന്തം പ്രൊഫൈലും ചെയ്യാം. പക്ഷെ ചെക്ക് ചെയ്താൽ ഇപ്പോ ബാക്കി എല്ലാവരുടെ പ്രൊഫൈലും പോയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ചേഞ്ച് ചെയ്യാം, സ്വന്തം പ്രൊഫൈല് പറ്റില്ല. എക്സ്ക്ലൂഡ് ഗ്രാൻഡ് യൂസേഴ്സ് സംഭവം അതെനിക്ക് മനസ്സിലായി. ബട്ട് അത് നമ്മൾ തന്നെ കൊടുക്കുന്നതില് എന്താണ് ഒരു ലോജിക്? ലൈക് അത് കമ്പനി നമ്മുടെ കൊടുക്കാറില്ല, ഇത് നമ്മുടെ കൊടുക്കാറില്ല, നമ്മുടെ ഫങ്ഷണൽ കൺസൾട്ടൻസിന് കൊടുക്കാറില്ല. HR-ന്റെ മാനേജറിന്റെ കേസ് വരുമ്പോഴാണ് കൊടുക്കുന്നത്. ഫങ്ഷണൽ കൺസൾട്ടൻസിന് കൊടുത്തിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ എംപ്ലോയി പ്രൊഫൈൽ മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് സാലറിയും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ പ്രൊഫൈൽ ഇല്ലല്ലോ. നമ്മുടെ ഡീറ്റെയിൽസ് തരുന്നത് നമ്മുടെ കമ്പനിയല്ലേ, നമ്മൾ പോയി വർക്ക് ചെയ്യുന്ന കമ്പനി അല്ലല്ലോ. HR-ന് കൊടുക്കും, HR-നും മാനേജറിനും എല്ലാം കൊടുക്കും. എന്നിട്ട് പിന്നെ അത് എക്സ്ക്ലൂഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോ എനിക്ക് ഡൗട്ടായി. എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ HR ആണ്, എൻ്റെ അടുത്ത് പറയാണ് ഈ 4 എംപ്ലോയീസിന്റെ സാലറി ഒന്ന് കൂട്ടണം. HR-ന് അത് പറ്റും, പെർമിഷൻ ഉണ്ട്. ഞാൻ ആരും അറിയാതെ എന്റെ പ്രൊഫൈലിൽ സാലറി ഒരു 10,000 രൂപ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താവും? പിന്നെ കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ. പേറോളൊക്കെ റൺ ചെയ്ത് പൈസ കിട്ടി കുറച്ചാൾ കഴിഞ്ഞ് കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ? അതില്ല. അപ്പൊ പിന്നെ പിന്നീട് കണ്ടുപിടിക്കത്തില്ല. അപ്പോ എക്സ്ക്ലൂഡ് കൊടുത്തിരുന്നു കഴിഞ്ഞാൽ എന്റെ പ്രൊഫൈൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, അത് ശരിയാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. എന്റെ പ്രൊഫൈൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോ പറഞ്ഞു ഞാനൊരു HR ആണെന്ന്. പക്ഷെ ബേസിക്കലി HR അല്ലല്ലോ ഈ സിസ്റ്റം കോൺഫിഗർ ചെയ്യുന്നത്, ഒരു കൺസൾട്ടന്റ് അല്ലേ കോൺഫിഗർ ചെയ്യുന്നത്. അല്ല, ഇത് കോൺഫിഗറേഷനേ ഉള്ളൂ. ലോഗിൻ ആക്സസ് അല്ല അവര് ലോഗിൻ ചെയ്യുമ്പോഴേ അതൊക്കെ എഫക്ട് ആവത്തുള്ളൂ. ഇതെല്ലാം നമ്മളാ ചെയ്യുന്നത്. നമുക്ക് അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, എക്സ്ക്ലൂഡ് ഗ്രാൻഡ് യൂസേഴ്സ് ഫ്രം ഹാവിംഗ് ദ സെയിം ആക്സസ് ടു ദംസെൽവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ സപ്പോസ് നമ്മൾ HR-നാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ ആ HR-നല്ലേ എക്സ്ക്ലൂഡ് ചെയ്യാൻ ചോദിക്കുന്നത്? ഇപ്പൊ ഇത് HR-ന് വേണ്ടിയാണെങ്കിൽ ആ HR-ന്റെ HR ഇപ്പം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എഡിറ്റ് ചെയ്യാനുള്ള അവകാശം HR-ന് കിട്ടിയിട്ടുണ്ട് ടാർഗറ്റ് പോപ്പുലേഷനിലേക്ക്, എവരി വൺ അവരുടെ നെഞ്ചത്തേക്ക്. സ്വന്തം പ്രൊഫൈലിലുള്ള ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായി. HR-ന് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാം, ബട്ട് HR-ന് സ്വന്തം പ്രൊഫൈല് പറ്റില്ല. അല്ലാതെ എക്സ്ക്ലൂഡ് ഗ്രാൻഡ് യൂസേഴ്സ്, ഇവിടെ ഗ്രാൻഡ് യൂസേഴ്സ് കെവിനും സുരാഗുമാണ്, ഫ്രം ഹാവിംഗ് ദ സെയിം ആക്സസ് ടു ദംസെൽഫ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആക്സസ്, ആ പെർമിഷൻ സ്വന്തം പ്രൊഫൈല് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റുള്ള പ്രൊഫൈല് പറ്റും, പക്ഷെ നമുക്കിത് കൊടുക്കില്ല. കാരണം നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ടൂളിൽ വരാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ പ്രശ്നമുണ്ട്, നമുക്ക് ഈ ടൂൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സുരാഗിനും കെവിനും. പക്ഷെ ചെയ്തിരിക്കുന്നത് വേറെ സൂപ്പർ അഡ്മിൻ ആണ്. ഇതിപ്പോ ഈ സിസ്റ്റത്തിൽ എല്ലാവരും സൂപ്പർ അഡ്മിൻ അല്ലേ? ഇപ്പൊ ഈ സിസ്റ്റത്തിൽ എല്ലാവരും സൂപ്പർ അഡ്മിനാ.
നെക്സ്റ്റ് സേവ്. അവിടെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ? ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള പെർമിഷൻ ഒരു ഓവർവ്യൂ കാണിക്കുന്നതാ, ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, ഈ സൂപ്പർ അഡ്മിൻ അകത്തുള്ളവർക്ക് എല്ലാ എംപ്ലോയീസിനെയും കാണാൻ പറ്റും. നമ്മൾ രണ്ടുപേർക്കും ഈ പെർമിഷൻ അനുസരിച്ചുള്ള എന്ത് കാര്യവും ചെയ്യാനും പറ്റും, സ്വന്തം പ്രൊഫൈലും ചെയ്യാൻ പറ്റും. ഇതനുസരിച്ചാണെങ്കിൽ ഈ കമ്പനിയിലെ എല്ലാവരെയും കാണാം, സ്വന്തം പ്രൊഫൈലും എന്തും ചെയ്യാം. ഇത് തെറ്റായ ഇതാണ്, പക്ഷെ ഈ സിസ്റ്റം പഠിക്കാനുള്ളത് കൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. നാളെ കൊടുക്കില്ല, എങ്ങനെ കൊടുക്കാൻ പറ്റും? നാളെ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്യും. നാളെ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരും എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്. നാളെ നമ്മൾ ഈ എവരിവൺ എന്നുള്ളത് ഞാൻ മുഴുവനുമായിട്ടും ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ 2 പ്രൊഫൈൽ മാത്രം വെച്ചിട്ട് ഇവർക്ക് വരെ ആ സൂപ്പർ അഡ്മിൻ ആക്സസ് പോയിട്ട് നമ്മുടെ 2 പ്രൊഫൈൽ മാത്രം വെച്ചിട്ട് എങ്ങനെ ഈ സിസ്റ്റം വിസിബിൾ ആവുന്നുള്ളത് കാണിച്ചു. ഓക്കെ ആണോ? അപ്പൊ ഈ റെക്കോർഡിംഗ് ഒന്ന് ശക്തമായിട്ട് കേട്ടിട്ടുണ്ട് വരിക. ഞാനൊരു 20-30 മിനിറ്റ്സിന്റെ അകത്ത് സിസ്റ്റം ആക്സസും കൂടെ അയച്ചു തരാം. ഓക്കെ? തീർച്ചയായിട്ടും. എനിക്ക് ചെറിയൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. എനിക്ക് വാട്സാപ്പിൽ ലിങ്ക് അയച്ചിരുന്നത്, വാട്സാപ്പിൽ വീഡിയോ അയച്ചിരുന്നത് ഓക്കെ, ബട്ട് എൻ്റെ മൊബൈലിലെ മറ്റേ സ്റ്റോറേജ് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ബേസിക്കലി വാട്സാപ്പില് ഡൗൺലോഡ് ചെയ്തെടുത്ത് പിന്നെ അത് സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും ഇപ്പൊ ഇഫ് പോസിബിൾ കെവിൻ അതൊരു ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പം ഈ ഇപ്പം നമ്മുടെ വാട്സാപ്പ് വെബില്ലേ, വെബ് വാട്സാപ്പ്, അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പൊ സിസ്റ്റത്തിലേ പോകത്തുള്ളൂ. ഇവിടെ നിന്ന് ആക്സസ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് ആക്സസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ പൊയ്ക്കോളും, ഫോണിൽ ഡൗൺലോഡ് ചെയ്യണ്ട. ഞാൻ സുരാജിന് അയച്ചിരുന്നത് അതാ. ഇവിടെ വാട്സാപ്പ് സിസ്റ്റത്തിൽ മീൻസ് ഒന്നും ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. ഞാൻ ബേസിക്കലി പേഴ്സണൽ കാര്യങ്ങളൊന്നും ലാപ്ടോപ്പിൽ ചെയ്യാറില്ല, കമ്പനി ലാപ്ടോപ്പ് ആയതുകൊണ്ട്. ഞാൻ മെയിൽ അയക്കാം. ട്രൈ ചെയ്ത് നോക്കുക, പറ്റുന്നില്ലെങ്കിൽ മെയിൽ അയച്ചുതരാം. മെയിൽ അയക്കുമ്പോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ 25 MB അല്ലേ പറ്റുള്ളൂ. അതാ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഞങ്ങളുടെ റെക്കോർഡിംഗും പാസ്വേഡും ഉണ്ട്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ടാണ് ഞാൻ വേണമെങ്കിൽ റെക്കോർഡിംഗ് പാസ്വേഡ് ആയിട്ട് അയച്ചു തരാം. അതാകുമ്പോൾ ചുമ്മാ ആക്സസ് ചെയ്താൽ മാത്രം മതി, പാസ്വേഡ് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ലിങ്ക് ആയിട്ടല്ലേ അയക്കുക? ലിങ്ക് ആയിട്ട് അയക്കത്തു. അപ്പൊ അങ്ങനെ അയക്കുകയാണെങ്കിൽ അപ്പൊ എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഡയറക്ട്ലി ഡൗൺലോഡ് ചെയ്യാം. ടീംസിലേക്കല്ലേ പോവാ? വിത്ത് ട്രാൻസ്ക്രിപ്റ്റ് അല്ലേ വരിക? അതെ. ഗുഡ്. അതാണെങ്കിൽ എനിക്കിപ്പോ കഴിഞ്ഞ വീഡിയോസ് കാര്യങ്ങൾ അയച്ചിട്ടാണെങ്കിൽ ഞാനത് ഒരു ഫോൾഡർ ഉണ്ടാക്കി വെക്കാന്ന് വെച്ചിട്ടാണ്, ഡേറ്റ് വൈസ്. അപ്പൊ എനിക്ക് ഭാവിയിൽ ഇപ്പൊ വാട്സാപ്പിൽ അത് സ്ക്രോൾ ചെയ്തെടുക്കുന്നേക്കാളും അല്ലെ? മനസ്സിലായി. ഞാൻ മീറ്റിംഗിന് കയറാൻ പോവാണ്. 1:30. ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു. നാളെ കാണാം.